നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ അച്ഛനെ രക്ഷിക്കാൻ നമ്മുടെ സച്ചി എത്തുന്ന നിമിഷങ്ങളാണ് ഇന്നത്തെ പുത്തൻ പ്രമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രവീന്ദ്രനെ നമ്മുടെ പോലീസ് ലോക്കപ്പിലേക്ക് കയറ്റുന്നുണ്ട്. ആ വർഷയുടെയും ശ്രീകാന്തിന്റെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാതെ അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല എന്നും നമ്മുടെ വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഇവരോടൊക്കെ പറയുന്ന ഒരു രംഗങ്ങളാട്ടോ. അപ്പൊ രേവതിയും ചന്ദ്രയും ഒക്കെ പോലീസിന്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്, അച്ഛനെ എങ്ങനെയെങ്കിലും വിട്ടയക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോലീസിന് ഒരനക്കവും ഇല്ലാട്ടോ. അവര് വരാതെ ഒരിക്കലും അവർ വന്നന്ന് മാത്രമേ ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് അയക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ രേവതി നമ്മുടെ ദേവുവിനെ വിളിച്ച് ഉറയിട്ട് കുടയുന്നുണ്ട്, നീ അറിയാതെ അവരെങ്കും പോകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ദേവും പറയുന്നുണ്ട്, എനിക്കറിയില്ല ചേച്ചി, അവരെങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല, അവരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫുമാണെന്നൊക്കെ നമ്മുടെ ദേവും പറയുന്നുണ്ട്. അപ്പൊ ആകെ ആർക്കും ഒരു പിടിയില്ലാത്തൊരവസ്ഥയാട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചി അവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ശേഷം നമ്മുടെ അച്ഛനെ, ആ ജയിലിൽ കിടക്കുന്ന അച്ഛനെ നോക്കി ഇങ്ങനെ ആ ഒരു ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് പ്രൊമോ അവസാനിക്കുന്നത്. പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ രേവതി വഴി അവിടെ അമ്പലത്തിൽ വെച്ച് ആ ഒരു താലികെട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി അറിയും. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനും നമ്മുടെ ചന്ദ്രമതിയും ഒക്കെ അറിയും. അപ്പൊ ഇനി എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ സച്ചി രേവതിയെ കുറ്റക്കാരിയാക്കി വിധിക്കുമോ, അല്ലെങ്കിൽ രേവതിയുമായിട്ട് ഒരുമിച്ച് അവരെ അന്വേഷിച്ചിറങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. എന്തായാലും നമ്മുടെ ശ്രീകാന്തും വർഷയും ഇത് എവിടെ പോയി? അവരുടെ ഫോൺ രണ്ടുപേരുടെയും സ്വിച്ച് ഓഫ് ആണ്. ഇനി അവരാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ? നമ്മുടെ റോഷനും ആകെ കലിയിളകി ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പൊ ഇനി അവരുടെ ആളുകൾ വല്ലതും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവരെങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.